Hi, I am Fawaz. I am Rose. Welcome to Ashberry. Empower to fly. ഒരു ലാംഗ്വേജ് ഒരാൾക്ക് അറിയാമെന്ന് നമ്മൾ പൊതുവെ പറയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ പൊതുവെ ഒരു ലാംഗ്വേജ് അയാൾക്ക് അറിയാമെന്ന് പറയുന്നത്? സ്പീക്ക് ചെയ്യുമ്പോൾ. അതെ, നമ്മൾ ഏത് സ്പീക്കിംഗ് മാത്രമല്ല ഒരു ലാംഗ്വേജിലെ സ്കില്ല്, നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞു. പക്ഷേ പൊതുവെ സ്പീക്ക് ചെയ്യുമ്പോഴാണ് ഒരു ലാംഗ്വേജ് ഒരാൾക്ക് അറിയാമെന്ന് പൊതുവെയുള്ള ഒരു ധാരണ. സോ this is the next video. We are discussing about the next skill, speaking. So welcome to the video 3 of the series 𝒓𝒔𝒖𝒍𝒕𝒔. So welcome to the next video. ഈ വീഡിയോ നമ്മൾ സ്പീക്കിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പറഞ്ഞു. ഈ വീഡിയോക്ക് അധികം ഡ്യൂറേഷൻ ഇല്ലാതെ, ലെങ്ത് ഇല്ലാതെ നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. കാരണം എന്തെന്നാൽ സ്പീക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ടിപ്സ് ഒന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാനില്ല. ബിക്കോസ് ഇഫ് യു വാണ്ട് ടു സ്പീക്ക്, യു ഹാവ് ടു സ്പീക്ക് ആൻഡ് സ്പീക്ക് യുവർസെൽഫ്. യു ഹാവ് ടു പ്രാക്ടീസ്. യെസ്, പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചില പൊടിക്കൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. സോ അവിടെ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫ്ലുവൻസി ലെവൽ അറിയാൻ പറ്റും, പ്രൊനൗൺസിയേഷൻ ലെവൽ അറിയാൻ പറ്റും. അതുവഴി നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. അല്ലാതെ നമുക്ക് വേറൊരു വഴി ഇല്ല സ്പീക്കിങ്ങില്. സ്പീക്ക് ചെയ്യാൻ മാത്രം. സ്പീക്ക് ചെയ്യുക എന്നുള്ളതാണ് അതില് നിങ്ങളുടെ ഉളുപ്പ് കാര്യങ്ങൾ മാറ്റി, നിങ്ങൾ കോൺഫിഡന്റ് ആവുക, നിങ്ങളുടെ നാണം ഒക്കെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് സ്പീക്ക് യുവർസെൽഫ്. നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് കൊണ്ട് നിങ്ങൾക്ക് സ്പീക്ക് ചെയ്ത് തുടങ്ങുക. അങ്ങനെയാണ് നമ്മൾ തുടങ്ങി കിട്ടണമല്ലോ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് തുടക്കം കിട്ടണം. അതിന് നിങ്ങൾ എന്തായി ചെയ്യുക? സ്പീക്ക് ചെയ്ത് തുടങ്ങുക. പിന്നെ പതിയെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ലിസൺ ചെയ്യും, എന്നാലേ സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാം. നിങ്ങൾ പിന്നീട് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ലിസൺ ചെയ്യുക. പല നല്ല ലാംഗ്വേജ് നേറ്റീവായിട്ട് ഉപയോഗിക്കുന്നവര്, ലാംഗ്വേജ് നന്നായിട്ട് ഉപയോഗിക്കുന്നവര്, പല ആക്സെന്റ്സ് ഉപയോഗിക്കുന്നവരൊക്കെ ലിസൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക? അത് ഇമിറ്റേറ്റ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. സ്പീക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുക. ഓൺലി ആൻസർ, ഓൺലി സൊല്യൂഷൻ ഈസ് സ്പീക്ക് യുവർസെൽഫ്. നിങ്ങൾ സ്പീക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിന് ഒരു സൊല്യൂഷൻ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട് തുടങ്ങുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം മുതൽ നിങ്ങൾ സ്പീക്ക്, ഏത് ലാംഗ്വേജ് ആവട്ടെ, ഞങ്ങൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷിനെ പറ്റിയാണ് എങ്കിൽ ഏത് ലാംഗ്വേജ് ആവട്ടെ, നിങ്ങൾ സ്പീക്ക് ചെയ്ത് തുടങ്ങുക. അറിയാവുന്ന ലാംഗ്വേജ്, അറിയാവുന്ന വൊക്കാബുലറി വെച്ച് സ്പീക്ക് ചെയ്ത് തുടങ്ങുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾ ഫോളോ ചെയ്യുക. So we will come back with the next video. See you soon.